ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികർക്കിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ 161 തൊട്ട് 170 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ പറഞ്ഞ് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ജിൻവു മരിക്കുന്നിടത്താണ് ചാപ്റ്റർ 160 അവസാനിക്കുന്നത്. ശേഷം ചാപ്റ്റർ 161 തുടക്കത്തിൽ ആദ്യം കാണിക്കുന്നത് ജിൻവുവിന്റെ മരണം മിസ്റ്റായും അവന്റെ കുടുംബവും അവനെ സ്നേഹിക്കുന്ന ആൾക്കാരും ടിവിയിലൂടെ കാണുന്നതാണ്. ഈ സമയം തന്റെ മരണത്തോടടുത്ത ജിൻവു തന്റെ സ്ക്രീനിൽ പ്ലെയർ ഡെഡ് എന്നും പ്ലെയർ ഇൻ പൊസിഷൻ ഓഫ് ബ്ലാക്ക് ഹാർട്ട് എന്നും ഒരു അൺനോൺ സ്കില്ല് ആക്ടിവേറ്റ് ആയെന്നും കാണിക്കുന്നുണ്ട്. ശേഷം ജിൻവു കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് അവൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതാണ്. അവിടെ അവനെ കാണാൻ വന്ന വൂജൻ ചുള്ളിനോട് അവൻ സംസാരിച്ചപ്പോഴാണ് ഇത് അവൻ ഡബിൾ ഡഞ്ചനിൽ നിന്നും ആദ്യം രക്ഷപ്പെട്ട ദിവസമാണെന്ന് മനസ്സിലാക്കിയത്. ടൈമിൽ പുറകോട്ട് വന്നിട്ടും തന്റെ ബോഡിക്കും ലെവലിനും ഒരു മാറ്റവും ഇല്ലാന്ന് മനസ്സിലാക്കിയ ജിൻവു അവിടെ വന്ന ജിൻഹായോടും സോങ്ങയോടും സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ട് തന്റെ ആർമി മാത്രമാണ് ഇവിടെ ഇല്ലാത്തെന്ന് മനസ്സിലാക്കി അതിനെ ഉണ്ടാക്കാനുള്ള യാത്ര തുടങ്ങി. അങ്ങനെ എസ് റാങ്ക് ലൈസൻസ് എടുത്ത് ഇൻസ്പെക്ടർ കിമ്മിനെ കൊല്ലുന്ന തടഞ്ഞ് ചെയർമാനെ കണ്ട് ഒറ്റയ്ക്ക് ജയിച്ചു റൈഡ് ചെയ്യാനുള്ള പെർമിറ്റ് വാങ്ങി. ഇങ്ങനെ എല്ലാം വീണ്ടും ജീവിച്ച ജിൻവു ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇതെല്ലാം ഇല്യൂഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞ് ഒളിച്ചിരുന്ന് തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളോട് പുറത്തുവരാൻ ആവശ്യപ്പെട്ടു. അതോടെ യഥാർത്ഥ ഷാഡോ മൊണാർക്ക് ആഷ്ബോൺ അവന്റെ മുന്നിലെത്തി. ശേഷം അവന്റെ മുന്നിൽ അവൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആളുകളുടെ രൂപമെടുത്ത് അവനോട് സംസാരിച്ചു. ആഷ്ബോണ്, നീ ഇത്രയും കാലം ജീവിച്ചത് നീ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇല്യൂഷനിലാണെന്നും അതിലൂടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നീ ചെയ്യുമായിരുന്ന കാര്യങ്ങളാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നിന്റെ ഇല്യൂഷനാണ്, അതും എന്റെ മരണത്തിന്റെ ടെറിട്ടറിയിൽ. നിന്നെ ഞാൻ വർഷങ്ങളായിട്ട് വാച്ച് ചെയ്യുകയാണ്. നീ ഓരോ പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും ഞാൻ നിന്റെ കഠിനാധ്വാനത്തിന്റെ സാക്ഷിയായി കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മരണമാണ്, ഞാൻ തന്നെയാണ് അവസാനത്തെ നിത്യശാന്തി. ഈ ഞാൻ തന്നെയാണ് നീയും. അതുകൊണ്ടാണ് നിനക്ക് എന്റെ ടെറിട്ടറിയിൽ നിന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് നീ എന്റെ ആർമിയെ നിന്റേതാക്കിയതും അവരിലൂടെ എന്റെ ശക്തിയെ നീ എടുത്തതും. അന്ന് തൊട്ട് ഞാൻ നിന്നെ നേരിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ആഷ്ബോൺ പറഞ്ഞപ്പോൾ എന്നെ എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് ജിൻവു ചോദിച്ചു. ഈ സമയത്ത് ജിൻവു മരിച്ചു എന്ന് മൊണാർക്കുകളും ഹണ്ടേഴ്സും വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവന്റെ ശക്തി ഓവർഫ്ലോ ആവാൻ തുടങ്ങിയത്. ഷാഡോ മൊണാർക്ക് ഉണർന്നു എന്ന് മനസ്സിലാക്കിയ മറ്റു മൊണാർക്കുകൾ അവനെ കൊല്ലാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് അവിടേക്ക് സങ്ങിൽവാൻ വന്ന് മൊണാർക്കുകളെ തടഞ്ഞിട്ട് ഇനി എന്റെ മകനെ ആരും തൊടില്ല എന്ന് പറയുന്നത്. ഈ സമയം ആഷ്ബോണിന്റെ ടെറിട്ടറിക്കുള്ളിൽ അയാൾ ഇതെല്ലാത്തിന്റെയും തുടക്കത്തെ കുറിച്ച് ജിൻവുവിനോട് പറഞ്ഞു. പണ്ട് ഒരു ദൈവം ജീവിച്ചിരുന്നു. അയാളുടെ രണ്ട് കൈകളിലും വെളിച്ചത്തിനെയും ഇരുട്ടിനെയും ഉണ്ടാക്കി. ശേഷം ഇരുട്ടിൽ നിന്നും 8 മൊണാർക്കുകളും വെളിച്ചത്തിൽ നിന്നും 8 ഫ്രാഗ്മെന്റുകളും ജനിച്ചു. ഇതിൽ മൊണാർക്കുകളിൽ ഏറ്റവും ശക്തൻ ഡ്രാഗൺ മൊണാർക്കും ഫ്രാഗ്മെന്റുകളിൽ ഏറ്റവും ശക്തൻ ബ്രൈറ്റസ്റ്റ് ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് ആയിരുന്നു. ഈ ഇരുട്ടും വെളിച്ചവും തമ്മിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായതുകൊണ്ട് ഇവർ പല നൂറ്റാണ്ടുകളോളം തമ്മിൽ ഏറ്റുമുട്ടി. എന്നാൽ ഈ യുദ്ധത്തിൽ മനം മടുത്ത ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് ദൈവം, അതായത് ആബ്സല്യൂട്ട് ബീയിങ്ങിനോട് ഈ യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോഴാണ് ഈ ഫ്രാഗ്മെന്റുകളും മൊണാർക്കുകളും തമ്മിൽ തല്ലി ചാവുന്നത് ദൈവത്തിന് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണെന്ന് അവൻ മനസ്സിലാക്കിയത്. അതോടെ ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് ദൈവത്തിനെതിരെ തിരിഞ്ഞതോടെ അവനെയും അവന്റെ സൈന്യത്തെയും ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഫ്രാഗ്മെന്റുകൾ കൊന്നുകളഞ്ഞു. ആ യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഫ്രാഗ്മെന്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് ആണ് ആഷ്ബോൺ എന്ന ഷാഡോ മൊണാർക്കായിട്ട് മാറിയത്. ശേഷം ദൈവത്തിനെതിരെ പട നയിച്ച ആഷ്ബോൺ ദൈവത്തിന്റെ മുന്നിൽ എത്തിയപ്പോഴേക്കും ബാക്കി ഫ്രാഗ്മെന്റുകൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അയാളെ കൊന്നുവെന്ന് ആഷ്ബോൺ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ബാക്കിയുള്ള ഫ്രാഗ്മെന്റുകൾ റൂളേഴ്സ് ആയിട്ട് മാറിയത്. ദൈവം മരിച്ചാലും മൊണാർക്കുകളുമായിട്ടുള്ള യുദ്ധം തീരില്ല എന്നറിഞ്ഞ റൂളേഴ്സ് ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ച് ലീഗയെ പിടികൂടി. അതോടെ മൊണാർക്കുകളും റൂളേഴ്സും തമ്മിലുള്ള പവർ ബാലൻസ് തെറ്റി. അതോടെ ആ ബാലൻസ് നിലനിർത്താൻ ആഷ്ബോൺ മൊണാർക്കുകളുടെ കൂടെ ചേർന്ന് ഷാഡോ മൊണാർക്കായി. ശേഷം നടന്ന യുദ്ധത്തിൽ ഷാഡോ മൊണാർക്ക് വീണ്ടും ശക്തനായതോടെ ബാക്കി മൊണാർക്കുകളും അയാളെ ഭയന്ന് ചതിയിലൂടെ അയാളെ വീഴ്ത്താൻ നോക്കി. അതിൽ ഡീമൺ കിങ് ബറാമും ബീസ്റ്റ് കിങ് റാക്കനും ആഷ്ബോണിനെ കൊല്ലാൻ നോക്കിയെങ്കിലും ആഷ്ബോണിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ റാക്കൻ തന്റെ ആർമിയെ ഉപേക്ഷിച്ച് അവിടെ രക്ഷപ്പെട്ടു. അതോടെ ബറാമിനെയും അവന്റെ ആർമിയെയും ആഷ്ബോൺ കൊന്നു കൊലവിളിച്ചു. ഈ സമയം ബാക്കി ഫ്രാഗ്മെന്റുകൾ അവനെ കാണാനെത്തി അവനുമായിട്ട് ഒരു സമാധാന കരാറിന് ശ്രമിച്ചു. എന്നാൽ എവിടെയൊക്കെ നിന്നോ അവിടുന്നൊക്കെ ചതി മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ആഷ്ബോൺ മനം മടുത്ത് അവരിൽ നിന്നുമൊക്കെ ഒളിച്ചു. ഈ സമയം ബറാമിനെ തന്റെ ഉള്ളടച്ച ആഷ്ബോൺ റാക്കനോട് പ്രതികാരം ചെയ്യണമെന്ന ലക്ഷ്യമുണ്ടായിരുന്നെങ്കിലും ഇവൻ ഒളിവില്ലായിരുന്ന സമയത്താണ് റൂളേഴ്സ് മൊണാർക്കുകളുടെ പകുതിയോളം സൈന്യത്തെ കീഴ്പ്പെടുത്തുന്നത്. പിന്നീട് താൻ തിരിച്ചു വന്ന
വന്നപ്പോഴേക്കും മൊണാർക്കുകൾ അവരുടെ സൈന്യത്തെ സജ്ജമാക്കാൻ ഡയമെൻഷൻ ക്രാക്കിലൂടെ രക്ഷപ്പെട്ടിരുന്നു. ശേഷം ഡയമെൻഷൻ ക്രാക്കിലൂടെ ഭൂമിയിൽ മൊണാർക്കുകൾ എത്തിയപ്പോൾ റൂളേഴ്സിന്റെ ആർമി അവിടെയും എത്തി. അവസാനം ആ ലോകവും നശിച്ചു. ശേഷം മൊണാർക്കുകൾ മറ്റൊരു ലോകത്തിന്റെ അവസാനത്തിന് കാരണമായെന്ന് മനസ്സിലാക്കിയ റൂളേഴ്സ് ദൈവത്തിന്റെ ശക്തിയുള്ള കപ്പ് ഓഫ് റീഇൻകാർണേഷൻ ഉപയോഗിച്ച് 10 വർഷം പിന്നിലേക്ക് പോയി ഈ ലോകത്തെ രക്ഷിക്കാൻ അവരാൽ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കിയെങ്കിലും ഓരോ പ്രാവശ്യവും ഈ ലോകത്തിന്റെ നാശത്തിലാണ് എല്ലാം അവസാനിച്ചത്. അതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും രക്ഷിക്കാൻ റൂളേഴ്സ് ഈ ലോകത്തേക്ക് മാജിക് പവർ കൊണ്ടുവന്നത്. ഇപ്പോൾ തന്നെ താൻ ഈ ലോകത്തെ പല ടൈം ലൈനിലൂടെ പോയി കഴിഞ്ഞു. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും ഹയർ ബീയിങ്സിന് എല്ലാം ഓർമ്മയുണ്ട്. ഇപ്പോൾ ആ കപ്പ് ഓഫ് റീഇൻകാർണേഷന്റെ ലിമിറ്റ് തീരാറായിരിക്കുകയാണ്. ഒരു തരത്തിൽ ഇത് അവസാനത്തെ ചാൻസ് ആണെന്നും പറയാം. ഞാനും ഡ്രാഗൺ മൊണാർക്കും വളരെ പവർഫുൾ ആയതുകൊണ്ട് ഞങ്ങളുടെ പവർ കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു ഹോസ്റ്റിനെ കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. റൂളേഴ്സ് മനുഷ്യർക്ക് മാജിക് പവർ കൊടുത്തതുപോലെ മനുഷ്യരുടെ ബോഡി കയ്യേറാൻ തീരുമാനിച്ച മൊണാർക്കുകൾ ആ ബോഡി കണ്ടെത്താനുള്ള ചുമതല ഒരു മേജിനെ ഏൽപ്പിച്ചു. അയാളാണ് ആ ക്രിയേറ്റർ. അവർ എനിക്ക് വേണ്ടി ഒരു ബോഡി കണ്ടെത്താൻ വളരെ പാടുപെട്ടു. അങ്ങനെയാണ് നിന്നിലേക്ക് ഞാൻ എത്തിയതും ഒരു ഘട്ടത്തിൽ ക്രിയേറ്ററിനെ എതിർത്ത് നിന്നെ സപ്പോർട്ട് ചെയ്തതും. ഞാൻ നിന്റെ യാതനകളുടെ സാക്ഷിയാണ്. ഞാൻ നിന്റെ പ്രതിരോധത്തിന്റെ തെളിവാണ്. ഞാൻ നിന്റെ വേദനകളുടെ സമ്മാനമാണ്. ക്രിയേറ്റർ നിന്റെ മേൽ ഹ്യൂമൻ സ്കിൽസിന്റെ റെസ്ട്രിക്ഷൻ വച്ചത് കൊണ്ട് മാത്രമാണ് നിനക്ക് എന്റെ ശക്തി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ എന്റെ ജീവിതം ജീവിച്ചു തീർത്തു. ഒരു ഘട്ടത്തിൽ നമ്മൾ രണ്ടുപേരും ഒരു വ്യക്തിയായി. അതുകൊണ്ട് ഞാൻ നിനക്ക് 2 ഓപ്ഷൻസ് തരാം. ഒന്നെങ്കിൽ നിനക്ക് ഈ ലോകത്ത് ജീവിക്കാം, അല്ലെങ്കിൽ തിരിച്ചുപോയി അവരുമായിട്ട് ഏറ്റുമുട്ടാം. നീ എന്ത് തിരഞ്ഞെടുത്താലും നിന്റെ ഒപ്പം ഞാൻ ഉണ്ടാവുമെന്നും ആഷ്ബോൺ പറഞ്ഞു. ജിൻവു തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ശേഷം ജിൻവുവിന് പകരം മരണം ഏറ്റുവാങ്ങിയ ആഷ്ബോൺ ഷാഡോ മൊണാർക്കിന്റെ മുഴുവൻ ശക്തിയും ജിൻവുവിന് കൊടുത്ത് അവനെ തിരിച്ചയച്ചു. അതോടെ സിസ്റ്റത്തെ ഡിലീറ്റ് ചെയ്ത ജിൻവു സ്വയം ഷാഡോ മൊണാർക്കായിട്ട് കൊറിയയിൽ തിരിച്ചെത്തി. ഈ സമയം സങ്ങിൽവാനെ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന 2 മൊണാർക്കുകളും ഷാഡോ മൊണാർക്ക് തിരിച്ചു വന്നു മനസ്സിലാക്കി. അതോടെ സിലാഡിനെ അവിടെ വിട്ടിട്ട് റാക്കാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു. ശേഷം ജിൻവു എണീക്കുന്നതിന് മുമ്പ് അവന് പ്രിയപ്പെട്ടതെല്ലാം സിലാഡ് ഇല്ലാതെയാക്കാൻ നോക്കിയെങ്കിലും ജിൻവു തിരിച്ചു വന്നപ്പോൾ നേരത്തെക്കാളും കൂടുതൽ ശക്തരായ അവന്റെ ആർമി സിലാഡിനെ തടഞ്ഞു. ഈ സമയം പരിക്ക് പറ്റിയ സങ്ങിൽവാനെ ഇഗ്രിസ് സംരക്ഷിക്കുമ്പോൾ ബാക്കിയുള്ളവരോട് സിലാഡിനെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ജിൻവു റാക്കന് പിന്നാലെ പോയി. ശേഷം മിനിറ്റുകൾക്കുള്ളിൽ റാക്കനെ തീർത്ത് അവന്റെ നഖം വെട്ടിയെടുത്ത് ജിൻവു സിലാഡിന്റെ മുന്നിൽ തിരിച്ചെത്തി. ശേഷം മരണവേദന എന്താണെന്ന് അറിയിച്ചു തന്നെ ജിൻവു സിലാഡിനെയും തീർത്തു. എന്നിട്ട് ജിൻവു അവിടെ നിന്നും പോയ സങ്ങിൽവാന്റെ അടുത്തേക്ക് എത്തിയെങ്കിലും അപ്പോഴേക്കും അയാളും അയാളുടെ മരണത്തോടടുത്തിരുന്നു. ശേഷം സങ്ങിൽവാൻ താൻ ഡഞ്ചന്റെ അകത്ത് അകപ്പെട്ടപ്പോൾ ഈ റൂളേഴ്സ് ആണ് എന്നെ രക്ഷിച്ച് ഫ്രാഗ്മെന്റിന്റെ ശക്തി എന്നത്, അവരാണ് എന്നോട് നിന്നെ രക്ഷിക്കാൻ പറഞ്ഞതെന്നും അവർക്ക് നിന്റെ സഹായം വേണമെന്നും നിനക്ക് നല്ലൊരു അച്ഛനാവാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് പറഞ്ഞ് ജിൻവുവിനെ കെട്ടിപ്പിടിച്ചു. ശേഷം ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ നിനക്ക് നല്ലൊരു അച്ഛനാവാൻ ഞാൻ ശ്രമിക്കുമെന്നും പറഞ്ഞ് അയാൾ മരണത്തിലേക്ക് പോയി. ഈ സമയം ദൂരെ ഉണ്ടായിരുന്ന ജിൻവുവിന്റെ അമ്മ സങ്ങിൽവാന്റെ മരണം മനസ്സിലാക്കിയതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ടും ആ ഗേറ്റിന് ഒരു അനക്കവും വരാത്തത് കണ്ട് ലോകത്തുള്ള എല്ലാ ഹണ്ടേഴ്സും കൊറിയയെ സഹായിക്കാൻ വേണ്ടി അവിടെ എത്തി. ശേഷം ഇവരെല്ലാവരും നോക്കി നിൽക്കെ ആ ഗേറ്റ് ഓപ്പൺ ആയി അതിൽ നിന്ന് മോൺസ്റ്റേഴ്സ് പുറത്തു വന്നു. ഇതെല്ലാം ഷാഡോ മോൺസ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയ ജിൻവു ഇവരോട് അറ്റാക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഷാഡോ മോൺസ്റ്റേഴ്സ് ജിൻവുവിനെ കണ്ടപ്പോൾ അവന്റെ മുന്നിൽ മുട്ടുകുത്തി. എന്നിട്ട് ഇവരുടെ ആർമി ലീഡർ, എന്റെ പേര് ഗ്രാൻഡ് മാർഷൽ ബെലിയൻ, ഞാൻ ഷാഡോ ആർമിയെ അങ്ങയുടെ മുന്നിൽ കാഴ്ചവെക്കുന്നു എന്ന് ജിൻവുവിനോട് പറഞ്ഞു. ഇതെല്ലാം കണ്ട് ഞെട്ടി നിന്ന ബാക്കി ഹണ്ടേഴ്സും ജിൻവു യഥാർത്ഥ യുദ്ധത്തിന്റെ സമയമായെന്ന് മനസ്സിലാക്കി. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഹണ്ടേഴ്സ് ബ്യൂറോയിൽ ഒരു എമർജൻസി മീറ്റിംഗ് നടന്നു. മീറ്റിംഗിന്റെ പ്രധാന വിഷയം ജിൻവുവിനെ കുറിച്ച് ലോകത്തുള്ള ബാക്കി അസോസിയേഷൻസ് അന്വേഷിക്കുന്നതാണ്. വൂജിൻ ചുളിനും ഇതിനെക്കുറിച്ച് ജിൻവുവുമായിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവനെ ആ ദിവസത്തിന് ശേഷം ആരും കണ്ടിട്ടില്ലായിരുന്നു. അന്ന് അവിടെ നിന്നും പോയ ജിൻവു ഒരു ഐലൻഡിൽ വരാൻ പോകുന്ന യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇതിനിടയിൽ ബെറു ഗ്രാൻഡ് മാർഷൽ സ്ഥാനത്തിന് വേണ്ടി ബലിയനെ ചലഞ്ച് ചെയ്തെങ്കിലും ബെറു അതിൽ തോൽക്കുകയാണ് ഉണ്ടായത്. ശേഷം തന്റെ വലതുവശത്ത് ബലിയനും ഇടതുവശത്ത് ബെറുവിനും സ്ഥാനം കൊടുത്ത ജിൻവു ഒപ്പം ബാക്കി ജനറൽസിനും ഓരോ സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കൊറിയയിൽ നിന്നും ചൈനയിൽ തിരിച്ചെത്തിയ ലിയു കാണുന്നത് ചൈനയുടെ മുകളിൽ ഒരു ഗേറ്റ് വന്നിരിക്കുന്നതാണ്. ഷാഡോ മൊണാർക്ക് മറ്റ് മൊണാർക്കുകൾക്കെതിരെ തിരിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഡ്രാഗൺ മൊണാർക്ക് ആൻഡ്രിയസ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ 9 ഇടങ്ങളിൽ ഈ ഗേറ്റ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ സമയം തന്റെ ആർമിയുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയ ജിൻവു ബെലിയനിൽ നിന്നും ആഷ്ബോണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു. ശേഷം തന്റെ കുടുംബത്തിന്റെ ഒപ്പം സമയം ചിലവഴിച്ച ജിൻവു പിന്നീട് ജിൻഹോയുടെ അച്ഛനെ കാണുന്നതും തന്റെ അസുഖം മാറ്റിയത് ജിൻവു ആണെന്ന് മനസ്സിലാക്കിയ അയാൾ ജിൻവുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബത്തെ സംരക്ഷിച്ചാൽ മാത്രം മതി എന്ന് ജിൻവു അയാളോട് പറയുന്നതും കാണിക്കുന്നുണ്ട്. ശേഷം വൂജിൻ ചുളിനെ കാണാൻ പോയ ജിൻവു ഈ ലോകത്തടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും പിന്നിലെ സത്യാവസ്ഥ അവന് കാണിച്ചു കൊടുത്തു.
കൊടുത്തു. അതോടെ വൂജൻ ചുളിന്റെ സഹായത്തോടെ 152 രാജ്യങ്ങളെ ചേർത്തൊരു കോൺഫറൻസ് തെറ്റിയ ജിൻവു ഒരു വലിയ യുദ്ധം വരാൻ പോവുകയാണെന്നും അപ്പോൾ വരാൻ പോകുന്നത് കാമിഷിനെ പോലത്തെ 100-ൽ കൂടുതൽ മോൺസ്റ്റേഴ്സ് ആയിരിക്കുമെന്ന് അവരറിയിച്ചു. എന്നിട്ട് അവരെ വിശ്വസിപ്പിക്കാൻ കുറെ അധികം ഗേറ്റുകൾ അവിടെ വച്ച് ഓപ്പൺ ആക്കി കാണിച്ച ജിൻവു നമ്മുടെ ശത്രുക്കൾക്കും ഈ ശക്തിയുണ്ട്, അതുകൊണ്ട് ജനങ്ങളെ ഗേറ്റുകളുടെ അടുത്ത് നിന്ന് സേഫ് ആയിട്ടുള്ള ഇടത്തേക്ക് മാറ്റി പാർപ്പിക്കണമെന്നും ജിൻവു അവരോട് ആവശ്യപ്പെട്ടു. ശേഷം ജിൻവു തന്റെ ആർമിയുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്നത് അവർ അവന് വേണ്ടി ഒരു കൊട്ടാരം തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. ശേഷം ബെലിയിൽ നിന്നും ശത്രുക്കളുടെ ആർമി നമ്മളെക്കാളും 100 ഇരട്ടിയാണെന്ന് മനസ്സിലാക്കിയ ജിൻവു ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആലോചിക്കുമ്പോൾ അങ്ങ് കാനഡയിലെ യെസ്റാങ്കർ ജെയ്മിൽസ് ജിൻവു പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് ആളുകളെ ഒഴിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെ കുറിച്ച് ഒരു ടിവിയിൽ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് ടിവിയിലൂടെ കണ്ട ജിൻവു അവൻ ചൈനയിലെ ഗേറ്റിലേക്കാണ് പോകാൻ പോകുന്നതെന്ന് വൂജൻ ചുളിനെ അറിയിച്ചു. എല്ലാ ഗേറ്റുകളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ടും ചൈന കൊറിയയുടെ അടുത്തായതുകൊണ്ടും തന്റെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമെന്നത് കൊണ്ടാണ് അവൻ ചൈന ചൂസ് ചെയ്തത്. ശേഷം ജിൻവു ചൈനയിലെത്തിയപ്പോൾ ലിയുവും അവന്റെ 100,000 മെസ്റാങ്കേഴ്സും അവനെ കാത്തോടെ നിൽപ്പുണ്ടായിരുന്നു. ശേഷം ജിൻവുവും തന്റെ ആർമി പുറത്തെടുത്ത് ആ ഗേറ്റിലെ മോൺസ്റ്റേഴ്സിന് വേണ്ടി കാത്തിരുന്നപ്പോഴാണ് ആ ഗേറ്റിലൊന്നും ഒരു മോൺസ്റ്റേഴ്സും ഇല്ല എന്നും അവന്റെ ആർമിയെ 8 ലൊക്കേഷനിലേക്ക് മാറ്റി അവന്റെ മാൻ പവർ കുറയ്ക്കാനാണ് ഈ ഗേറ്റുകളെന്ന് ജിൻവു മനസ്സിലാക്കിയത്. ഈ സമയം അങ്ങ് കാനഡയിലെ ഗേറ്റിലൂടെ പുറത്തു വന്ന ഡ്രാഗൺ മോണാർക്ക് മുന്നിൽ നിന്ന ജെയ് മിൽസിനോട് നീയാണ് ഇവിടുത്തെ രാജാവെന്ന് ചോദിച്ചു. ഈ സമയം ജിൻവു ആഡമിനെ വിളിച്ച് അയാളിലൂടെ കാനഡയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ നോക്കിയപ്പോഴാണ് അവിടെയുള്ള ഹൺഡ്രഡ്സിനെ മോൺസ്റ്റേഴ്സ് കൊന്നുവെന്ന് ജിൻവു അറിയുന്നത്. ശേഷം ആഡമിനെ രക്ഷിക്കാൻ ഒരു ഓർക്കിനെ ജിൻവു തന്റെ ഷാഡോയിൽ നിന്നും എടുത്തെങ്കിലും ആഡമിനെയും ഓർക്കിനെയും ആൻഡറിയസ് കണ്ടെത്തി അവരെ കൊന്നു. എന്നിട്ട് ഇതെല്ലാം ഷാഡോ മോണാർക്ക് അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആൻഡറിയസ് കാനഡയെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. ശേഷം ഇതിനെക്കുറിച്ചെല്ലാം ടിവിയിലൂടെ ഡേവിഡ് കാണുമ്പോൾ ജിൻവു പെട്ടെന്ന് അവിടേക്ക് വന്ന് കാമിഷിന്റെ റൂയിൻ സ്റ്റോൺ അവനോട് ആവശ്യപ്പെട്ടു. റൂളേഴ്സ് ഈ റൂയിൻ സ്റ്റോൺ വച്ചിരിക്കുന്നത് മനുഷ്യരെ രക്ഷിക്കാനുള്ള വഴിയായിട്ടാണെന്ന് മനസ്സിലാക്കിയ ജിൻവു അതും എടുത്ത് നോർമിന്റെ അടുത്തേക്ക് പോയി അവളോട് തന്റെ ഫ്യൂച്ചർ നോക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം ആ ഫ്യൂച്ചറിൽ ജിൻവു ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കണ്ട നോർമിന്റെ കണ്ണു നിറയുന്നതും നീ ഒറ്റയ്ക്ക് ഇത്രയും വലിയ ത്യാഗം ചെയ്ത് എല്ലാരെയും രക്ഷിക്കാനാണ് നോക്കുന്നതെന്ന് ചോദിക്കുന്നതും കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും തന്റെ പ്ലാന് വർക്കാവുമെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചുപോയ ജിൻവു അവസാനമായിട്ട് മിസ് ചായോട് ഫോണിൽ സംസാരിച്ച് താൻ തിരിച്ചു വരുമെന്ന് വാക്ക് കൊടുത്ത് യുദ്ധത്തിനിറങ്ങുന്നിടത്താണ് ചാപ്റ്റർ 170 അവസാനിക്കുന്നത്. സോ കഴിഞ്ഞു ഗായ്സ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ 161 തൊട്ട് 170 കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 160 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാങ്ക വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗായ്സ്, ഇതൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ ഇതൊക്കെ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും മാൻവയെ കുറിച്ചോ അല്ലെങ്കിൽ മാങ്കയെ കുറിച്ചോ താല്പര്യം ഉണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സോളോ ലെവലിംഗ് ഫാൻസ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു നോട്ടീഷനുമായി വീണ്ടും കാണാമെന്ന് സൈനിങ് ഔട്ട്.